രാമക്ഷേത്രത്തിന് പിന്നാലെ സീതാക്ഷേത്ര നിർമ്മാണവുമായി ബി.ജെ.പി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 882 കോടി രൂപയാണ് ബീഹാറിലെ സീതാ മഹാക്ഷേത്രത്തിനായി നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിച്ചത്. ബീഹാറിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കെയാണ് ജാതി കാർഡ് ഇറക്കി ബി.ജെ.പിയുടെ യു.പി മോഡൽ പരീക്ഷണം. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്നാണ് നിതീഷ് കുമാർ സർക്കാർ മഹാസീതാ ക്ഷേത്രത്തിനായി 882 കോടിയുടെ സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ചത്. സീതാദേവിയുടെ ജന്മസ്ഥലമായി കണക്കാക്കുന്ന സീതാമർഹി ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പുനൌര ധാം ജാനകി മന്ദിറിന്റെ സമഗ്ര വികസനത്തിനാണ് കോടികളുടെ അംഗീകാരം. പദ്ധതിയുടെ തറക്കല്ലിടൽ ഓഗസ്റ്റിൽ നടത്തുമെന്ന് സർക്കാർ അറിയിച്ചു. നവംബർ മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് NDA സർക്കാരിന്റെ യു.പി മോഡൽ പരീക്ഷണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു യു.പിയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കും മുമ്പ് നരേന്ദ്രമോദി രാമപ്രതിഷ്ഠ നടത്തിയത്. യു.പിയിൽ രാമനെങ്കിൽ ബീഹാറിൽ സീതാക്ഷേത്രം പ്രചരണായുധമാക്കുകയാണ് ബി.ജെ.പി. വിദ്യാഭ്യാസ, ആരോഗ്യ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഈ മേഖലകളിലൊന്നും പണം നീക്കിവെക്കാനോ പദ്ധതികൾ ആവിഷ്കരിക്കാനോ നിതീഷ് കുമാർ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സീതാക്ഷേത്രത്തിലൂടെ മറികടക്കുകയാണ് ലക്ഷ്യം. കൈരളി ന്യൂസ്, ദില്ലി.